നമുക്കിനി മുമ്പിലേക്ക് പോകാം. പോവാം. ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? കുറച്ച് കുറച്ചൊക്കെ മുന്നോട്ട് പോകാം അതെ എന്ന് കുറച്ചുകൂടെ തോന്നുന്നുണ്ട്. തോന്നുന്നു. ഓക്കെ, ഈ അബ്ദുള്ളയും അലിയും ഒക്കെ ഖലീഫമാരാണ്. മുഹമ്മദ് നബിക്ക് ശേഷം ആ പ്രസ്ഥാനത്തെ നയിക്കാൻ വേണ്ടി വന്നവർ ഖലീഫ എന്നാണ് ഉപയോഗിക്കുന്നത്, ഖലീഫമാരാണ്. എങ്കിലും നമ്മൾ ഈ മിനിറ്റുകൾക്കുള്ളിൽ നടക്കുന്ന പ്രോഗ്രാമാണ്, ചോദ്യ ഉത്തരവേളയാണ്. ടെൻഷൻ ഉണ്ടാകാം. അപ്പം ആ ടെൻഷൻ അങ്ങ് ഒഴിഞ്ഞു പോകാൻ അതങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുത്തൊരു വഴി. ഏതായാലും വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473372726 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം മന്ന. ആദ്യം ഉത്തരം അയച്ചത് അക്സ ജോസഫ്, മണിപ്പാൽ. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ പുതുവർഷം ഇങ്ങനെ മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി സ്വപ്നങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. യോസഫ് എന്ന ചെറുപ്പക്കാരനെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് അവന് ദൈവം കൊടുത്ത സ്വപ്നങ്ങളാണ്. നമ്മുടെ ദൈവികമായ സ്വപ്നങ്ങളെ നമുക്ക് പിന്തുടരാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. ആ ലക്ഷ്യത്തിൽ ദൈവം നമ്മെ എത്തിക്കട്ടെ. ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന നമ്മളോടൊപ്പമുള്ള ഈ എപ്പിസോഡിലെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? എന്റെ പേര് അശ്വതി. ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? കുഴിത്തോളൂ എന്നാണ് വരുന്നത്. കുഴിത്തോളൂ, ഇടുക്കി ജില്ലയിൽ കുഴിത്തോളൂ എന്ന സ്ഥലത്ത്. ഏതാണ് സ്വന്തം ദേശം? സ്വന്തം ദേശം ആലപ്പുഴ ജില്ലയിലെ ഓമനപ്പുഴ എന്ന് പറഞ്ഞത്. ആലപ്പുഴ ജില്ലയിലെ ഓമനപ്പുഴ എന്ന ദേശമാണ്. അത് സമതല ദേശങ്ങളാണ് ആലപ്പുഴ. സമതലത്ത് നിന്ന് ഈ മലനിരയിലേക്ക് വന്നപ്പോ എന്ത് ഫീൽ ചെയ്യുന്നു? ഒരു വ്യത്യസ്തതയുണ്ട്. വ്യത്യസ്തത അത് ഈ എന്താ പറയുന്നത്, ഭൂപ്രകൃതി സംബന്ധിച്ച വ്യത്യസ്തതയാണോ, കാലാവസ്ഥ സംബന്ധിച്ച വ്യത്യസ്തതയാണോ, ശുശ്രൂഷ സംബന്ധിച്ച വ്യത്യസ്തത? എല്ലാ കാര്യത്തിലും വ്യത്യസ്തതയുണ്ട്. എല്ലാ കാര്യത്തിലും വ്യത്യസ്തതയുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയോ ബുദ്ധിമുട്ട്, സന്തോഷമാണോ സങ്കടമാണോ? സന്തോഷാണ്. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. തണുപ്പിന്റേതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ശുശ്രൂഷ സംബന്ധിച്ച് ഇങ്ങോട്ട് വന്നപ്പോ നാട്ടിലെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ തോന്നുന്നു?
ഇവിടെ കുഴപ്പമില്ല. നാട്ടില് കുറച്ചുകൂടെ പ്രോഗ്രാംസ് ഒക്കെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. പ്രോഗ്രാംസ് മീറ്റിങ്ങുകളൊക്കെ കുറച്ചധികം ഉണ്ട്. കുറച്ചധികം. ഇവിടേക്ക് വരുമ്പോൾ മീറ്റിങ്ങുകളൊക്കെ കുറവാണ്. ഇവിടെ ഒരുപാട് ഒറ്റപ്പെട്ട റിമോട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. എത്തിപ്പെടാനൊക്കെ എത്തിപ്പെടാനൊക്കെ പ്രയാസമാണ്. നിരവധി സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന്റെ പ്രയാസമുണ്ട്. അങ്ങനെ ചില മേഖലകൾ കുറച്ച് പരിഷ്കരിക്കപ്പെട്ട മേഖലയാണ്, ചില മേഖലകൾ അങ്ങനെ തന്നെ പഴയ കാലത്തെ രീതികളൊക്കെ അവലംബിച്ച് പോകുന്നതാണ്. എന്നാൽ ആഫ്റ്റർ ഓൾ ഒരു സന്തോഷമാണ്. അതെ, സന്തോഷം. പാസ്റ്റർ പേര് വിനീത്. വിനീത്. രണ്ടുപേരും ആലപ്പുഴ സ്വദേശികളാണോ? അല്ല, പാസ്റ്റർ മൂവാറ്റുപുഴ സ്വദേശിയാണ്. മൂവാറ്റുപുഴ സ്വദേശിയാണ്. ഇവിടെ വന്നതിൽ നമ്മൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. അതെ, സന്തോഷം. ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ ഇതിനു മുമ്പ് പങ്കെടുക്കാറുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ചോദ്യം അല്പം കടുപ്പം കൂട്ടണം. അങ്ങനെയില്ല, ഞങ്ങള് എഴുത്തു പരീക്ഷകളായിരുന്നു. അങ്ങനെ പങ്കെടുത്തിരിക്കുന്നത്. പിന്നെ പുസ്തകം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് മുഴുവൻ ബൈബിളിൽ നിന്നായതുകൊണ്ട് അതിന്റെ ഒരു ആശങ്ക ഇല്ലാതില്ല. അതെ, ആശങ്കപ്പെടേണ്ട. ചോദ്യം ശ്രദ്ധിക്കുക, സമയമെടുത്ത് ഉത്തരം പറയാൻ പരിശ്രമിക്കുക. ഞാൻ ഈ നമ്മുടെ ആ ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക. 500 രൂപ സമ്മാന തുകയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ 4 ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിൽ, അടുത്ത 4 ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ 3000 രൂപയുടെ സേഫ് സോണിൽ, അടുത്ത 3-ാം റൗണ്ടിലെ 3 ചോദ്യത്തിന് ഉത്തരം നൽകി ബമ്പർ ചോദ്യം അറ്റൻഡ് ചെയ്ത് വിജയിച്ചാൽ 10,000 രൂപ. ബമ്പർ ചോദ്യം അറ്റൻഡ് ചെയ്ത് ഫെയിൽ ആയാൽ 3000ത്തിലേക്ക് മടങ്ങി വരും. അല്ല, ഇടയ്ക്ക് വെച്ച് ഉത്തരങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് മത്സരം അവസാനിപ്പിക്കാം. ആ സമ്മാന തുകയുമായി നമുക്ക് മടങ്ങിപ്പോകാം. വ്യക്തതയായല്ലോ? അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. കർത്താവേ എന്ന കർത്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുമ്പിലേക്ക് പോകാം. നല്ല ഒരു നിലവാരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മത്സരം സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം. ഇവരിൽ ആരുടെ മുന്തിരിത്തോട്ടമാണ് ചീരത്തോട്ടമായി മാറ്റേണ്ടതിന് ആഹാബ് ആവശ്യപ്പെട്ടത്? ഓപ്ഷൻ എ നാബോത്ത്, ഓപ്ഷൻ ബി എലീഷ, ഓപ്ഷൻ സി ഒബദ്യാവ്, ഓപ്ഷൻ ഡി പ്രവാചക ശിശി. ആരുടെ മുന്തിരിത്തോട്ടമാണ് ചീരത്തോട്ടമായി മാറ്റേണ്ടതിന് ആഹാബ് ആവശ്യപ്പെട്ടത്? ഓപ്ഷൻ എ നാബോത്ത്. ഉത്തരം ഉറപ്പിക്കാം. സംശയമൊന്നുമില്ല, അറിയാവുന്ന വേദഭാഗമാണ്. ഓക്കെ, ഓപ്ഷൻ എ നാബോത്ത്. ഉത്തരം ശരിയാണോ? ഓക്കെ, നാബോത്ത് എന്നുള്ള ഉത്തരം ശരിയാണ്. അപ്പൊ എത്ര കാലമായി ബൈബിൾ വായിക്കാനൊക്കെ തുടങ്ങിയിട്ട്? മുമ്പ് വിശ്വാസത്തിൽ തന്നെ ആയിരുന്നോ അതോ വിശ്വാസത്തിലേക്ക് വന്നു? ഞാൻ 15-ാമത്തെ വയസ്സിലാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പൊ ബൈബിളുമായിട്ട് നല്ല പരിചയമുണ്ട്, ആശയങ്ങളുമായിട്ട് നല്ല പരിചയമുണ്ട്, വേഗത്തിൽ ഉത്തരം പറയാൻ കഴിയും. മുമ്പിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ മത്തായി, ഓപ്ഷൻ ബി നഥനയേൽ, ഓപ്ഷൻ സി ഫിലിപ്പോസ്, ഓപ്ഷൻ ഡി പത്രോസ്. ഇതിൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ ബി നഥനയേൽ. ഓക്കെ, ഓപ്ഷൻ ബി നഥനയേൽ. ഉത്തരം ഉറപ്പിക്കുകയാണ്. അപ്പം നഥനയേലിനെ കർത്താവ് കൂട്ടത്തിൽ വിളിച്ചിരുന്നു. അത്തിയുടെ ചൂട്ടിൽ വെച്ച് കണ്ടപ്പോ, നീ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. നഥനയേലിനെ കുറിച്ച് കർത്താവ് സാക്ഷ്യം പറഞ്ഞിരുന്നു. നഥനയേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് കൂടെ നഥനയേലിന്റെ സ്ഥലത്ത് നമ്മളെ പ്ലേസ് ചെയ്തെങ്കിൽ കർത്താവ് നമ്മളെ കുറിച്ച് എന്ത് പറയുമായിരിക്കും? നഥനയേലിനെ കുറിച്ച് സാക്ഷാൽ ഇസ്രായേലിൻ, ഇവരിൽ കപടമില്ല. അങ്ങനെ വരുമ്പോ കർത്താവിന്റെ മുമ്പിൽ പോകാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നഥനയേൽ. ഉത്തരം ശരിയാണോ? ഉത്തരം വളരെ ശരിയാണ്. 2 ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ചോദ്യം കൂടെ ഈ സമയത്ത് നൽകുകയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് ഉത്തരങ്ങൾ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ ആദ്യത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിച്ച യഹോവയെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയാണ് ഞാൻ. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. മടങ്ങി വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ യാക്കോബുമായി ബന്ധമില്ലാത്ത സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ബേഥേൽ, ഓപ്ഷൻ ബി പഥനാരാം, ഓപ്ഷൻ സി മഹനയീം, ഓപ്ഷൻ ഡി മിദ്യാൻ. ഇതിൽ യാക്കോബുമായി ബന്ധമില്ലാത്ത സ്ഥലം ഏതാണ്?
ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഉറപ്പിക്കുകയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി മിദ്യാൻ ഉത്തരം ഉറപ്പിക്കുകയാണ്. ബഥേലിൽ യാക്കോബ് രാത്രി വിശ്രമിച്ച് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന സ്ഥലമാണ്. പത്തനാരാം യാക്കോബുമായി ബന്ധമുള്ള സ്ഥലമാണ്. പത്തനാരാമിലേക്കാണ് അവൻ ഓടിപ്പോയത്. മഹനിയും യാക്കോബുമായി ബന്ധമുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ മിഥ്യാനാണ് സംശയത്തിന് നിലനിൽക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ഡി മിഥ്യാൻ ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. 3 ചോദ്യങ്ങളുടെ ഉത്തരം ശരിയായിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിനും കൂടി ഉത്തരം നൽകിയാലേ ഒരു സേഫ് സോണിൽ നമ്മൾ എത്തിച്ചേരത്തുള്ളൂ. വളരെ ശ്രദ്ധിച്ച് ഉത്തരം നൽകുക. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, 4ാമത്തെ ചോദ്യം. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നു ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ഏത് പുസ്തകത്തിലെ വചനമാണ് ഇത്? ഓപ്ഷൻ എ റോമറിൽ, ഓപ്ഷൻ ബി ഫിലിപ്പിയനിൽ, ഓപ്ഷൻ സി തിമോഥെയോസിൽ, ഓപ്ഷൻ ഡി എബ്രായർ. ഏത് അധ്യായത്തിലെ വചനമാണ്? ഓപ്ഷൻ എ റോമർ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ എയിൽ റോമർ നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങൾ നീതീകരണത്തെ കുറിച്ച് വിശദീകരിച്ചു വന്ന് ആ ഭാഗത്ത് പറയുന്നൊരു വാക്യമാണ്. 5ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ പറയുന്ന ഒരു വചനമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ എ റോമർ ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. വിജയകരമായിട്ട് 1ാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തു. 1000 രൂപയുടെ ഒരു സേഫ് സോണിലെത്തി. ഒരു സമ്മാനത്തുക ഇനി നിശ്ചയമായും ഉണ്ട്. 2ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉത്തരങ്ങൾ അറിയാമെങ്കിൽ പറയുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. നമ്മുടെ സമ്മാനത്തുക നഷ്ടപ്പെടുത്തുന്നതിൽ നല്ലത്. 2ാമത്തെ റൗണ്ടിൽ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായ സമ്മാനത്തുകകളുണ്ട്. അത് ആ റൗണ്ട് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പഴയ റൗണ്ടിലെ സമ്മാനത്തുകയെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ പരിശ്രമിക്കുക. റൗണ്ട് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മത്സരം അവസാനിപ്പിക്കുക. ആ സമ്മാനത്തുകയുമായി മുമ്പോട്ട് പോകും. മനസ്സിലായല്ലോ? അപ്പൊ 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിൽ ഈ റൗണ്ടിലുള്ളത്. ഒന്നുകിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പുതിയ നിയമം. അതാണ് എളുപ്പം. പുതിയ നിയമം പുസ്തകങ്ങൾ കുറവായതുകൊണ്ടും ആശയങ്ങളും കടുകട്ടിയായ ഭാഷാ പ്രയോഗങ്ങളും കുറവായതുകൊണ്ടും പുതിയ നിയമമാണ് അല്പം എളുപ്പമായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടക്കാം. പുതിയ നിയമത്തിൽ നിന്നുള്ള 1ാമത്തെ ചോദ്യം. ബിംബങ്ങൾ നിറഞ്ഞിരുന്നതായി പറയപ്പെടുന്ന നഗരം ഇവയിൽ ഏതാണ്? ബിംബങ്ങൾ നിറഞ്ഞിരുന്നതായി പറയപ്പെടുന്ന നഗരം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ ബെരോവ, ഓപ്ഷൻ ബി അഖായ, ഓപ്ഷൻ സി അഥേന, ഓപ്ഷൻ ഡി കുപ്രോസ്. ഓപ്ഷൻ സി അഥേനയാണ്. ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി അഥേന ഉത്തരം ഉറപ്പിക്കാം. എനിക്ക് തോന്നുന്നു എവിടെയാണ് ഇത് പരാമർശിക്കുന്നതെന്ന് അറിയാമോ? ഇനി അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗം അഥേനയിലെ അരയോപക കുന്നിൽ വെച്ചാണ് നടക്കുന്നത്. അവിടെ വെച്ച് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് താൻ കടന്നു പോകുമ്പോൾ നിറയെ വിഗ്രഹങ്ങളായിരുന്നു. അത് കണ്ട് അജ്ഞാത ദേവൻ എന്നെഴുതിയിരിക്കുന്ന വേദിക്കല്ല് കണ്ടിട്ട് ഈ അജ്ഞാത ദേവനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാണ് എന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അത് അഥേനയിലാണ്. പക്ഷെ വിഗ്രഹം നിറഞ്ഞിരുന്ന അഥേനയാണോ അഖായയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി അഥേന. ഉത്തരം ശരിയാണോ? അഥേന, ആ ഉത്തരവും ശരിയാണ്. അങ്ങനെ സമ്മാനത്തുക വർദ്ധിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ അടുത്ത ചോദ്യങ്ങളെ സമീപിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ചോദ്യത്തിന്റെ 2ാമത്തെ സൂചന കൂടെ ഈ സമയം തരികയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കൃത്യമായി രേഖപ്പെടുത്തുക. ഇതാ നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ 2ാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 2ാം സൂചന. വലിയ വിദ്യാഭ്യാസമോ ശ്രേഷ്ഠ പദവികൾ അലങ്കരിക്കുകയോ ചെയ്ത ഒരാളല്ല ഞാനൊരു സാധാരണക്കാരനായിരുന്നു. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Life. നമുക്കിനി മുമ്പിലേക്ക് പോകാം. ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? കുറച്ചൊക്കെ മുന്നോട്ട് പോകാം എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, 2ാമത്തെ റൗണ്ടിൽ 2ാമത്തെ ചോദ്യം, നമ്മുടെ 6ാമത്തെ ചോദ്യം. പന്നികളുടെ മുൻപിൽ എന്ത് ഇടരുത്? 1 ഓപ്ഷൻ എ നിങ്ങളുടെ നിക്ഷേപം, ഓപ്ഷൻ ബി നിങ്ങളുടെ മുത്തുകൾ, ഓപ്ഷൻ സി വിലയേറിയതൊന്നും, ഓപ്ഷൻ ഡി ദ്രഹ്മ. പന്നികളുടെ മുൻപിൽ എന്തിടരുത്? ഓപ്ഷൻ ബി നിങ്ങളുടെ മുത്തുകൾ. ഓക്കെ, ഓപ്ഷൻ ബി നിങ്ങളുടെ മുത്തുകൾ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ഉറപ്പാണല്ലോ? നിക്ഷേപമൊന്നും അല്ലല്ലോ.
വിലയേറിയത് പന്നികളുടെ മുമ്പിൽ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടോ? ഇല്ല. ഏതായാലും ഇത് ഉറപ്പിച്ചതുകൊണ്ട് ഇനിയൊരു തിരിച്ചുപോക്കില്ല. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി, നിങ്ങളുടെ മുത്തുകൾ എന്ന ഉത്തരം ശരിയാണ്. ആ ഉത്തരവും വളരെ ശരിയാണ്. അങ്ങനെ 6 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശുശ്രൂഷയിലേക്ക് കടന്നപ്പോൾ, പ്രത്യേകിച്ച് ഹൈറേഞ്ചിലേക്കൊക്കെ വന്നപ്പോൾ എന്താണ് നാടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്രതിസന്ധിജനകമായിട്ട് തോന്നുന്നത്? കാലാവസ്ഥയാണോ, നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങളാണോ, എന്തായിരിക്കും അത്? മെയിനായിട്ട് കാലാവസ്ഥയാണ്. കാലാവസ്ഥ ഒരു പ്രയാസമാണ്. കാലാവസ്ഥയാണ് പ്രയാസം. എനിക്ക് അലർജിയുടെ പ്രയാസങ്ങൾ ഉള്ളതാണ്, നേരത്തെ തന്നെ അലർജിയുടെ പ്രയാസങ്ങൾ ഉള്ളതാണ്. അപ്പൊ തണുപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴും എങ്കിലും വിചാരിച്ചത്ര പ്രയാസങ്ങളൊന്നും നേരിട്ടിട്ടില്ല, ഇതുവരെ നേരിട്ടിട്ടില്ല. ദൈവം നടത്തുന്നു അങ്ങനെ. ഓക്കെ, കർത്താവ് നടത്തട്ടെ. എല്ലാ പ്രതിസന്ധികളിലും ദൈവം കരം പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടില് 3ാമത്തെ ചോദ്യം. 300 വെള്ളിക്കാശിന് വിൽക്കാമായിരുന്നു എന്ന് ഇസ്കരിയോത്ത യൂദ പറഞ്ഞത് ഇവയിൽ ഏതിനെ കുറിച്ചാണ്? ഓപ്ഷൻ എ, സുഗന്ധവർഗത്തെ കുറിച്ച്. ഓപ്ഷൻ ബി, സ്വച്ഛ ജഡമാംസി തൈലം. ഓപ്ഷൻ സി, ശേഷിച്ച അപ്പവും മീനും. ഓപ്ഷൻ ഡി, വയലിൽ ഒളിപ്പിച്ച നിധി. ഇവയിൽ 300 വെള്ളിക്കാശിന് വിൽക്കാമായിരുന്നു എന്ന് യൂദ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ ബി, സ്വച്ഛ ജഡമാംസി തൈലം. ഉറപ്പിക്കാം. ഓപ്ഷൻ ബി, സ്വച്ഛ ജഡമാംസി തൈലം. ഉറപ്പാണല്ലോ അല്ലെ? സംശയമൊന്നുമില്ല. യൂദ, ഒരു സ്ത്രീ ഒരു വെൺകൽഭരണി പൊട്ടിച്ച് വലിയ തൈലം യേശുവിന്റെ പാദപീഠത്തെങ്കിൽ ഒഴിക്കുമ്പോൾ ഈ വെറും ചെലവ് എന്തിനാണ്? അത് വിറ്റ്, അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ നല്ലതായിരുന്നു, അത് വിറ്റ് നമുക്ക് ദരിദ്രർക്ക് അത് വിറ്റ് ചാരിറ്റി നടത്താമായിരുന്നു എന്നാണ് യൂദ ഉദ്ദേശിച്ചത്. വെറുതെ ഒഴിച്ചു കളയാതെ പൈസ കിട്ടുമായിരുന്നെങ്കിൽ. പക്ഷെ കർത്താവിന് ചെയ്യാനുള്ളത് കർത്താവിന് ചെയ്യാനുള്ള സമയത്ത് വളരെ കൃത്യമായി ചെയ്യണം. യേശു അതിനെക്കുറിച്ച് പറഞ്ഞത് അവൾ എനിക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്യുന്നു. യേശു പ്രശംസിക്കുകയാണ് ചെയ്തത്. നമ്മളെപ്പോഴും വിലയേറിയതും നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയുള്ളതും ഒക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. അപ്പൊ ഉത്തരം നമുക്ക് പരിശോധിക്കാം. 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, സ്വച്ഛ ജഡമാംസി തൈലം. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അങ്ങനെ 7 ചോദ്യങ്ങൾ കൃത്യമായി ഉത്തരം പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മത്സരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഇത് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യത്തിന്റെ അവസാനത്തെ സൂചനയാണ്. കൃത്യമായി ഉത്തരം ഏതാണ് എന്നുള്ളത് വേഗത്തിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഉത്തരം അറിയിക്കുക. അതോടൊപ്പം തന്നെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. പങ്കെടുക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വിശദാംശങ്ങൾ, സ്ഥലം എന്നിവയൊക്കെ അയക്കുക. അതോടൊപ്പം തന്നെ എല്ലാ എപ്പിസോഡിലും പറയാറുള്ളത് പോലെ നിങ്ങൾ ഏത് വിഭാഗമോ, ഏത് പ്രസ്ഥാനമോ, ഏത് സമൂഹമോ ആരുമാകട്ടെ, ബൈബിൾ അറിയാമോ, ബൈബിളിലെ ചോദ്യങ്ങളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമോ, അങ്ങനെ നിങ്ങൾക്ക് മത്സരിക്കാം. തയ്യാറാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന. പ്രവാചകന്മാരിലൂടെ എല്ലാ കാര്യങ്ങളും യഹോവ നമ്മെ അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്, ബാംഗ്ലൂർ. ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. ഇപ്പൊ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ഒരു ചോദ്യം കൂടെ പൂർത്തീകരിച്ചാൽ നമ്മുടെ ഈ 2ാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പൊ 2ാമത്തെ ഇതുവരെ മത്സരിച്ചതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് ചിന്തിക്കുന്നുണ്ടോ? പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നു. മുമ്പോട്ട് പോകാൻ പറ്റും. അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. എങ്കിലും നമുക്ക് പരിശ്രമിക്കാം. 2ാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഇവയിൽ തെറ്റായി നൽകിയിരിക്കുന്ന വാക്യം ഏത്? ഓപ്ഷൻ എ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ഓപ്ഷൻ ബി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഓപ്ഷൻ സി, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കും. ഓപ്ഷൻ ഡി, എനിക്ക് വലിയതും സഫലവുമായ ഒരു വഴി തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. ഇതിൽ തെറ്റായി നൽകിയിരിക്കുന്ന വാക്യം ഏതാണ്? ആലോചിക്കാം. ടൈമർ കടന്നുപോയാലും പ്രയാസമില്ല. ആലോചിക്കാം. ഏതാണ് തെറ്റായ വാക്യം? നമുക്ക് പരിചിതമായ വാക്യങ്ങൾ തന്നെയാണ്.
അതിലൊരു വാക്യത്തിൽ തെറ്റുണ്ട്. അതേതാണ് ആ വാക്യം? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഉറപ്പിക്കാം. ഓക്കെ, ഓപ്ഷൻ ഡി. എനിക്ക് വലുതും സഫലവുമായൊരു വഴി തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. എന്താണ് അതിനകത്ത് തെറ്റെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? വലിയതും വിശാലവും ആ, വരേണ്ടത്. എനിക്ക് വലുതും വിശാലവുമായ അങ്ങനെയല്ല, വിശാലവുമായ, വലുതും വിശാലവും എന്നൊരു പ്രയോഗമുണ്ട് എന്നാണ് ചിന്തിക്കുന്നത്. അതാണ് ആ വാക്യത്തിലെ തെറ്റ്. തെറ്റെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു. ഏതായാലും ആ വാക്യം തന്നെയാണ് തെറ്റെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ് ആ വാക്യം. എതിരാളികളും പലരുണ്ട് എന്ന് ചിന്തിക്കും. നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണോ? ആ ഉത്തരവും ശരിയാണ്. അങ്ങനെ വളരെ കൃത്യമായി 2 റൗണ്ടുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ റൗണ്ടിലേക്കാണ്. 3 ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. 1 റിലീജിയൻ, 2 മിഷണറീസ്, 3 ക്രൈസ്തവ ഗാനങ്ങൾ, മ്യൂസിക്. റിലീജിയൻ ആണെങ്കിൽ മതപരമായിട്ടുള്ള പല മതങ്ങളുടെ ആചാരങ്ങൾ, അവരുടെ ആചാര്യന്മാർ, അത് സംബന്ധിച്ച ചോദ്യങ്ങൾ. മിഷണറീസ് അവരുടെ ചരിത്രം, അവരുടെ സംഭാവനകൾ, അത് സംബന്ധിച്ച ചോദ്യങ്ങൾ. മ്യൂസിക് ക്രൈസ്തവ ഗാനങ്ങൾ, രചയിതാക്കൾ, സന്ദർഭം, പാട്ടുകൾ എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? റിലീജിയൻ. ഓക്കെ, റിലീജിയനിൽ നിന്ന് ഉത്തരം പറയാം എന്നാണ് ചിന്തിക്കുന്നത്. മിഷണറിമാർ അല്പം കടുപ്പമായിരിക്കും എന്ന് ചിന്തിക്കുന്നല്ലേ? ക്രൈസ്തവ ഗാനങ്ങളും പാട്ടൊക്കെ പാടുന്ന ആളാണോ? പാട്ട് പാടില്ല. അപ്പൊ പാടുപെടണ്ട, നമുക്ക് ഇതിലേക്ക് റിലീജിയനിലേക്ക് തന്നെ വരും. ഓക്കെ, മതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. മൂന്നാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. മീതെ തൂങ്ങി നിൽക്കുന്ന ഒരു പാലമുള്ളതായും അതിലൂടെ വിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നും ആര് പറഞ്ഞിരിക്കുന്നതായാണ് ഇസ്ലാമിക വിശ്വാസം? എ ഓപ്ഷൻ എ അബ്ദുള്ള, ഓപ്ഷൻ ബി മുഹമ്മദ് നബി, ഓപ്ഷൻ സി ജിബ്രീൽ മലക്ക്, ഓപ്ഷൻ ഡി അലി. ഈ അബ്ദുള്ളയും അലിയും ഒക്കെ ഖലീഫമാരാണ്. മുഹമ്മദ് നബിക്ക് ശേഷം ആ പ്രസ്ഥാനത്തെ നയിക്കാൻ വേണ്ടി വന്നവർ ഖലീഫ എന്നാണ് ഉപയോഗിക്കുന്നത്. ഖലീഫമാരാണ്. ജിബ്രീൽ മലക്ക് നമ്മൾ ഗബ്രിയേൽ ദൂതൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഇതിൽ ആരാണ് പറഞ്ഞിരിക്കുന്നത് മീതെ തൂങ്ങി നിൽക്കുന്ന പാലത്തിലൂടെ കടന്നുപോയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു? ഓപ്ഷൻ ബി മുഹമ്മദ് നബി. ഓപ്ഷൻ ബി മുഹമ്മദ് നബി പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് പരിശോധിക്കാം. മാറ്റി ചിന്തിക്കുന്നൊന്നുമില്ല. നമ്മൾ ഇത് ഉറപ്പുള്ളതല്ല, എന്നാലും ഒന്ന് പരിശ്രമിക്കുകയാണ് അല്ലേ? ആ ചോദ്യം അല്പം പ്രയാസകരമായ ചോദ്യങ്ങൾ. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി മുഹമ്മദ് നബി. ഉത്തരം ഉറപ്പിക്കാം. മുഹമ്മദ് നബി പറഞ്ഞു കാണാം. മുഹമ്മദ് നബിക്ക് സന്ദേശങ്ങൾ മിക്കവാറും കൊടുത്തത് ഈ ജിബ്രീൽ മലക്കാണ്. ഗബ്രിയേൽ ദൂതനാണ് മിക്ക സന്ദേശങ്ങളും മുഹമ്മദ് നബിക്ക് കൈമാറിയിട്ടുള്ള. ആ സന്ദേശങ്ങളാണ് മുഹമ്മദ് നബി അറിയിച്ചിട്ടുള്ളത്. ജിബ്രീൽ മലക്ക് എന്നൊരു ഉത്തരവും വരാൻ സാധ്യത ഉണ്ടായിരുന്നു ചിന്തിച്ചിരുന്നെങ്കിൽ. കുഴപ്പമില്ല, 2 റൗണ്ട് ഫിനിഷ് ചെയ്തതുകൊണ്ട് വളരെ സമാധാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പരിശോധിക്കാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് നബിയാണോ? ആ ഉത്തരം ശരിയാണ്. മുഹമ്മദ് നബിയാണ് പറഞ്ഞത് അങ്ങനെ കടന്നു പോകാമെന്ന്. അപ്പോൾ സമ്മാനത്തുക 4000 രൂപയിൽ എത്തിയിട്ടുണ്ട്. ഇനി മുൻപോട്ട് പോകുമ്പോൾ ഉത്തരം അറിയില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ക്വിറ്റ് ചെയ്താൽ ഈ സമ്മാനത്തുകയുമായിട്ട് പോകാം. അല്ല, ഉത്തരം തെറ്റുകയാണെങ്കിൽ സെക്കൻഡ് റൗണ്ട് ഫിനിഷ് ചെയ്ത് സമ്മാനത്തുകയുമായിട്ട് മടങ്ങിപ്പോകാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, മൂന്നാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ഒരുവന്റെ കർമ്മഫലം മറ്റൊരാൾക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്നും അതിൽ നിന്നും ആർക്കും ഒരുവനെ മോചിപ്പിക്കാൻ കഴിയില്ല എന്നതും ഏത് മതത്തിന്റെ സിദ്ധാന്തമാണ്? ഓപ്ഷൻ എ ജൈനമതം, ഓപ്ഷൻ ബി ബുദ്ധമതം, ഓപ്ഷൻ സി സിഖ് മതം, ഓപ്ഷൻ ഡി ഹിന്ദുമതം. ഒരുവന്റെ കർമ്മഫലം മറ്റൊരാൾക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്നും അതിൽ നിന്ന് ആർക്കും ഒരുവനെ മോചിപ്പാൻ കഴിയില്ല എന്നതും ഏത് മതത്തിന്റെ സിദ്ധാന്തമാണ്? എനിക്ക് തോന്നുന്നു ഒരാൾക്ക് അതിൽ നിന്ന് മോചിതനാകാൻ കഴിയില്ല. കർമ്മഫലത്തിൽ നിന്ന് മോചിതനാകാൻ ഒരുവനും കഴിയില്ല എന്ന് പഠിപ്പിക്കുന്ന സിദ്ധാന്തം. അതാണ് ചോദ്യം. കർമ്മഫലത്തിൽ നിന്ന് മോചിതനാകാൻ കഴിയില്ലെന്ന് പഠിപ്പിക്കുന്നു. ഓപ്ഷൻ എ ജൈനമതം, ഓപ്ഷൻ ബി ബുദ്ധമതം, ഓപ്ഷൻ സി സിഖ് മതം, ഓപ്ഷൻ ഡി ഹിന്ദുമതം. ഏത് മതമാണ്? കർമ്മഫലത്തെ കുറിച്ചൊക്കെ പറയുന്നത് എന്തായിരിക്കും? ആശങ്കയാണെങ്കിൽ അവസാനിപ്പിക്കാം, അല്ല ഉറപ്പാണെങ്കിൽ മുമ്പിലേക്ക് പോകാം.
കർമ്മഫലത്തെക്കുറിച്ച് പറയുന്ന ചിന്തകൾ എന്താണ്, കർമ്മത്തെക്കുറിച്ച് എല്ലാ മതങ്ങളും കർമ്മത്തെക്കുറിച്ചൊക്കെ പറയാറുള്ളത് കൊണ്ട് ഒരാശങ്ക വരാം, കർമ്മഫലം അനുഭവിക്കാം. അവസാനിപ്പിക്കുന്നു. ക്വിറ്റ് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 4000 രൂപ നല്ലൊരു സമ്മാനത്തുക. 2 റൗണ്ട് ഫിനിഷ് ചെയ്ത് 3ാമത്തെ റൗണ്ടിലെ ഒരു ചോദ്യം കൂടെ അറ്റൻഡ് ചെയ്ത് 4000 രൂപ എന്ന മികച്ച ഒരു സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി മുമ്പോട്ട് പോവുകയായിരുന്നെങ്കിൽ മനസ്സിലുണ്ടായിരുന്ന ആ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ബുദ്ധമതം. ഓപ്ഷൻ ബി ബുദ്ധമതം. ഓപ്ഷൻ ബി ബുദ്ധമതം. ആ ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ബുദ്ധമതത്തിൽ എനിക്ക് തോന്നുന്നു കർമ്മപരമായിട്ട് അങ്ങനെ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. അവരുടെ നവരത്നങ്ങൾ ഫോളോ ചെയ്താൽ നിർവ്വാണ ഉണ്ടാകും എന്ന് പഠിപ്പിക്കുന്നതാണ് ബുദ്ധമതം എന്ന് ചിന്തിക്കുന്നു. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി ബുദ്ധമതം എന്ന ഉത്തരം ശരിയാണോ? ബുദ്ധമതം എന്ന ഉത്തരം വളരെ കൃത്യമായിരുന്നു. അതിൽ നിന്നും ആർക്കും ഒരുവനെയും മോചിപ്പിക്കാൻ കഴിയില്ല. ഏതായാലും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമാണ്. ഇനി തെറ്റായി പോയിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ഇതിലേക്ക് പോകേണ്ടി വന്നേനെ. ഏതായാലും വളരെ നന്നായി മത്സരിച്ചു. ആ ഉത്തരം അറിയാമായിരുന്നു. എങ്കിലും നമ്മൾ ഈ മിനിറ്റുകൾക്കുള്ളിൽ നടക്കുന്ന പ്രോഗ്രാമാണ്, ചോദ്യ ഉത്തരവേളയാണ്. ടെൻഷൻ ഉണ്ടാകാം. അപ്പം ആ ടെൻഷൻ അങ്ങ് ഒഴിഞ്ഞു പോകാൻ അതങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുത്തൊരു വഴി. ഏതായാലും നല്ല രീതിയിൽ മത്സരിച്ചു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനെയും ഈ കുടുംബത്തെ അഭിനന്ദിക്കാനുള്ളത്, നിങ്ങൾ പ്രത്യേകിച്ച് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് വന്ന് ഈ തണുത്ത കാലാവസ്ഥയിൽ ഇപ്പൊ എത്ര നാളായി ഹൈറേഞ്ചിൽ? 7 മാസം കഴിഞ്ഞു. 7 മാസമേ ഉള്ളൂ. ഹൈറേഞ്ചിൽ വന്നതേ ഉള്ളൂ. അപ്പൊ ഹൈറേഞ്ചിലെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടുന്ന സാഹചര്യം ആയിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റഡ് ആണ്. അതാണ് എല്ലാവരും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയെ പതുക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പൊ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയും. ഇവിടുത്തെ വേലയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. എന്തുദ്ദേശത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഇങ്ങോട്ട് അയച്ചോ അതെല്ലാം കർത്താവ് സാധ്യമാക്കി എടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ ഭാവങ്ങളും എല്ലാ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ശുശ്രൂഷ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും ബൈബിൾ വായിക്കുക, ബൈബിൾ മനസ്സിലാക്കുക, നമ്മുടെ സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുക, മത്സരിക്കുക, പങ്കാളികളാകുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.